ഇഫ ചിക്കൻ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നവരാണ് നിങ്ങൾ, എന്നാലൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. എൻ്റെ കുട്ടികൾക്ക് കൊടുത്തുണ്ടായ ഒരു അനുഭവമാണ് ഞാനിപ്പം പറയുന്നത്. ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ആൾക്കാർ വീഡിയോ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ടൈമിലായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇഫ ചിക്കന് ഞാനും ഉണ്ടാക്കി ഗൈസ്. ഇഫ ചിക്കൻ കഴിച്ചുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഒരു ഫുള്ള് ചിക്കനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു 1,800 ആ ഒരു ഇതിലുള്ള kg ചിക്കനാണ് കേട്ടോ. ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളം തൈരാണെങ്കിൽ അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂണിൽ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇഞ്ചിയുടെ വലിയൊരു സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഓരോ ചിക്കൻ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അരപ്പോട് കൂടിയിട്ട് ഒന്ന് ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഇപ്പോഴല്ല, കുറേ ദിവസമായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ മേലുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാൻ പറ്റോ ഇങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്, പുഴുങ്ങിയ മുട്ടയുടെ വെള്ള. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്ലൈസ് ചീസിൻ്റെ ഇതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്ലൈസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിലായാലും പാം ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അടിച്ച് വന്നിട്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മിക്സിയുടെ ജാറ് കുറച്ച് ചെറുതായതുകൊണ്ട് പുറത്ത് മറിയണ്ടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഇഫ ചിക്കൻ്റെ കഥ പറഞ്ഞാൽ ഇത് ഞാൻ രാത്രിയിലേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ ഒരു പീസ് ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. ടേസ്റ്റ് എന്ന് പറയാൻ വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ക്രീമി രൂപത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി കുട്ടികളൊന്നും നല്ലോണമൊന്നും കഴിച്ചില്ല. ഒരു എന്താ പറയുക, മത്ത് പിടിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ എനിക്കും കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുറേ ഒന്നും കഴിക്കുമ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, മടുപ്പ് തോന്നുന്നൊരു ചിക്കൻ്റെ ഇതാണ് കേട്ടോ. ചിക്കൻ കറിയാന്ന് എന്താ ഗ്രേവിയാണെന്തോ പറയുന്നു.
പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഇതുണ്ടാക്കി ഇതിലേക്ക് ഈ സോസ് നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പത്തിന് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച് രാവിലെ കുട്ടികൾക്ക് ഛർദിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയെന്ന് തോന്നുന്നു. രാത്രിയിലേക്ക് കിടക്കുമ്പോൾ ഇത് കഴിച്ചതിന് ശേഷം കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഒരു മടുപ്പ് തോന്നുന്നു, എന്താ ഒരു ഛർദിൽ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾ നല്ല പോലെ ഛർദ്ദിച്ചു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലോ ക്രീം വെച്ചിട്ടും എല്ലാം മിക്സായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഉണ്ടായ ഒരു റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഇതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.